ഹായ് ഡിയേഴ്സ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നെന്നാ പ്രത്യേകത എന്നല്ലേ, ഒരു ഒന്നൊന്നര പണി കിട്ടിയ ദിവസം. എന്താണെന്ന് വെച്ചാൽ താനി കുറച്ച് ദിവസം മുമ്പേ മൂക്കിൽ നാരങ്ങേൻ്റെ കുരുവില്ലേ, അത് മൂക്കിൽ ഇടത്തെ മൂക്കിലിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ഇടുന്നതാണ്, ഒന്ന് തുമ്മിയിട്ട് അതിങ്ങനെ താഴെ പോകും. പക്ഷെ ഇത് ഞാൻ കണ്ടേരം പിടിച്ച് മാറ്റാൻ നോക്കുമ്പോൾ കൃഷിയും തൊഴിലെടുത്ത് ഈ വിരലില്ലേ അതെടുത്തിട്ട് മൂക്കിൽ അങ്ങോട്ട് കയറ്റി നോക്കുമ്പോൾ ഉള്ളിക്കരിപ്പ് ഞാൻ അത്ര കാര്യമായിട്ട്, സത്യം പറഞ്ഞാൽ ഞാൻ അത്ര കാര്യമായിട്ട് എടുത്തിട്ടില്ല. ഞാൻ വിഭീഷേട്ടനോട് പറഞ്ഞു, രാത്രി ഒരു 10:30 കിടക്കുന്ന, ഞാനും താനും കളിക്കുന്ന അന്നേരം. അപ്പോൾ 10:30 കഴിഞ്ഞേരം പോയി ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ വിഭീഷേട്ടൻ വേഗം റെഡിയാവും, പോവാം നമുക്ക് ഒന്ന് ഡോക്ടറെ അടുത്ത് പോവാം. എന്നിട്ടും ഞാൻ റെഡി ആയിട്ടുമില്ല, ഒന്നും അങ്ങനെ കാര്യമായിട്ട് രമിച്ചെടുക്കാൻ കഴിഞ്ഞായിരിക്കും. അത്ര ടെൻഷൻ അടിച്ച് ഒന്നുമില്ല, എനിക്കൊരു ടെൻഷനും ഇല്ല, കാര്യമില്ല. പിന്നെ അപ്പോൾ പോയി പാനൂർ ആശുപത്രിയിൽ പോയി. പാനൂർ ആശുപത്രി എന്ന് പറഞ്ഞ് ഇത് ഉള്ളിലാണ് നോക്കുമ്പോൾ അവിടെ സാധനമില്ല. പാനൂർ സാധാരണ ഹെൽത്ത് സെൻ്ററല്ലേ അങ്ങനത്തെ. അപ്പോൾ അവിടെ പോയി പിന്നെ നോക്കുമ്പോൾ എടുക്കാൻ പറ്റുന്നില്ല, കുറച്ച് സമയം അവിടെ നിന്ന്. അപ്പോൾ അന്നേരം ചെറിയൊരു പേടി തട്ടാൻ തുടങ്ങി, കിട്ടൂല എന്ന് അറിഞ്ഞേരം ഒന്ന് ചെറുങ്ങനെ ഒന്ന് ഇതാക്കി. അപ്പോൾ ഞാൻ വെച്ച് തൊട്ടപ്പുറം ന്യൂക്ലിയസില്ലേ, അപ്പോൾ അവിടെ പോയി പോയിട്ട് ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര ഷാഢ്യം. അപ്പോൾ ചെറിയ കുട്ടിയല്ലേ, 2 വയസ്സാകുന്നല്ലേ ഉള്ളൂ, 2 വയസ്സായല്ലേ. അന്നേരം നോക്കുമ്പോൾ അവർക്ക് അങ്ങനെ എടുക്കാൻ കഴിയില്ല എന്ന് പറയും. കുറച്ച് സമയം അവിടെ പോയി. പിന്നെ പോയിട്ട് നോക്കുമ്പോൾ അവരെടുക്കാൻ നോക്കി, പക്ഷേങ്കിൽ ഇവളൊട്ടും നിന്ന് കൊടുക്കുന്നില്ല. അപ്പോൾ എന്തെങ്കിലും കുറ്റിപ്പോയിട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർക്ക് തന്നെയല്ലേ കേസ്. അപ്പോൾ നമ്മളോട് പറയും നേരെ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റൽ, ENT ഉള്ള ഹോസ്പിറ്റലിനെ, അങ്ങനെ അവിടെ പോവുക. അപ്പോൾ അങ്ങനെ പോയി നേരെ ഞാൻ അച്ഛനെ വിളിച്ച് അപ്പോൾ പറഞ്ഞു, എന്നാൽ പിറ്റേന്ന് ഞായറാഴ്ചയാണ് വരുന്നത്. അപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പിറ്റേന്ന് ദിവസം അങ്ങനെ ഹോസ്പിറ്റലിൽ ഡോക്ടർമാരൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം നേരെ പോയി ഗവൺമെൻറ് ആശുപത്രി, തലശ്ശേരി ഗവൺമെൻറ് ആശുപത്രി പോയി. അപ്പം അത്യാഹിത വിഭാഗമല്ലേ, അവിടെ പോയി ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ മൂക്കിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓർക്കൊന്നും കാണുന്നില്ല, ഉള്ളോട്ടായിപ്പോയി. ഓരോന്നും ഇല്ലല്ലോ, ഇവിടെ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ജസ്റ്റ് നോക്കി, ഇവളെങ്കിൽ ഭയങ്കര കരച്ചിൽ. പാനൂർ ആശുപത്രി നോക്കുമ്പോൾ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. പിന്നെ ഓക്കും പേടി തട്ടാൻ തുടങ്ങി. തലശ്ശേരി ആശുപത്രിയിൽ നിന്ന് എടുക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്നോട് പറഞ്ഞു, ഒന്ന് അനസ്തേഷ്യ വെക്കേണ്ടി വരും. അവിടുന്ന് നല്ല ഡോക്ടർക്കാരന് സംഭവം എല്ലാം പറഞ്ഞു, ഇങ്ങനെ അനസ്തേഷ്യ വെച്ചിട്ടേ ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ എടുക്കാൻ കഴിയൂല. ഓളിങ്ങനെ പഠിച്ച് കളിക്കുമ്പോൾ മൂക്കിലായിപ്പോയിട്ടുണ്ടെങ്കിൽ അതും പ്രശ്നമല്ലേ. അതുകൊണ്ട് ആടെ എത്തിക്കഴിഞ്ഞപ്പോൾ അനസ്തേഷ്യ വെക്കണം എന്നെല്ലാം പറഞ്ഞാലും പോയി 3/4 ഭാഗം തീർന്ന്. അതുവരെ എടുക്കും എന്നുള്ളതായിപ്പോയി. അപ്പോൾ ഇത്രക്കും വലിയ സംഭവമായതെന്ന് സത്യം പറഞ്ഞാൽ തലശ്ശേരി ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ ഒന്ന് കത്തി എന്ന് പറഞ്ഞാൽ ഒന്ന് അനസ്തേഷ്യ എന്നെല്ലാം പറയുമ്പോൾ ഞാൻ ഓപ്പറേഷന് ഇവിടെ ഡെലിവറിക്ക് ഓപ്പറേഷന് അനസ്തേഷ്യ വെക്കൂലേ, അപ്പം എനിക്കതെല്ലാം ഓർമ്മ വന്ന്. അയ്യോ, അപ്പോൾ അന്ന് പറഞ്ഞ് അങ്ങനെ പേടിക്കാനൊന്നുമില്ല, ജസ്റ്റ് കുറച്ച് സമയത്തേക്ക് മാത്രം നിങ്ങൾ നേരെ ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോടുക. അപ്പോൾ അവിടെ ചിലപ്പോൾ ENT ഉണ്ടാവും. നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടെ അങ്ങനെ വിളിച്ച് കഴിഞ്ഞാൽ വരൂല എന്നല്ല, നിങ്ങൾ ചിലപ്പോൾ ഈ സമയം അതിനല്ലേ ഉള്ളൂ, 11 അന്നേരം ഒരു 11:30 അതിനേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കും, ചിലപ്പോൾ അവിടെ ENT ഇപ്പം തന്നെ ഇതാക്കും. അങ്ങനെ ആടുന്ന് നേരെ ഇന്നേരെ പോയി.
ഇന്നേരെ പോയിട്ട് അപ്പോൾ അവിടെ നിന്ന് എന്നാ പറഞ്ഞ പോയി കഴിഞ്ഞേരം അവിടുത്തെ ഇതുണ്ടാവില്ലേ ENTൻ്റെ ഡോക്ടർ അല്ലാണ്ട് രാത്രിക്ക് നൈറ്റ് ഡ്യൂട്ടിക്ക് ഡോക്ടർമാരുണ്ടാവില്ലേ. അപ്പോൾ ആ ഡോക്ടർ നോക്കി എന്നിട്ട് പിന്നെ അവിടെയുള്ള ENTൻ്റെ ഡോക്ടർ റിപ്പോർട്ട് ചെയ്ത് അപ്പോൾ ഡോക്ടർ പറഞ്ഞ് നാളെ രാവിലെ 7 മണിക്ക് നമുക്ക് ചെയ്യാം. 7 മണിക്ക് ഇതിപ്പോൾ സമയം അന്നേരം ഒരു 12:15 അപ്പോഴത്തേക്ക് അച്ഛനും ആപ്പനെല്ലാം നിരയിൽ വന്നിന് കേട്ടോ. ഒന്ന് നല്ലോണം പേടിച്ചിനെന്ന് പറഞ്ഞാൽ പോരെ, ഒന്ന് പകുതി അങ്ങ് ഇല്ലാണ്ടായിന്. അതിൻ്റെ ഇടയ്ക്ക് എന്നാ ശ്രദ്ധിക്കാനിട്ടല്ലേ അങ്ങനെ ഇങ്ങനെ ഞാനും ഓളും കളിച്ചുകൊണ്ടിരിക്കുന്ന അന്നേരാന്ന് ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ഇന്നലെയെന്ന് പറഞ്ഞ് ഇപ്പം ടോക്കൺ എടുത്തോ, രാവിലത്തേക്ക് ടോക്കൺ എടുത്തിട്ട് എന്നാ രാവിലെ 7 മണിയാകുമ്പോഴത്തേക്ക് തന്നെ എത്തണം. അപ്പോൾ കുറച്ച് സമയം അവിടെ നോക്കിയിട്ട് അനസ്തേഷ്യ കൊടുക്കുമ്പോൾ പാലൊന്നും കുടിക്കാൻ പാടില്ല, ചെറിയ മോളല്ലേ ഇത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ പാൽ കൊടുത്ത്, അതായത് 12:30 ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് പാൽ കൊടുത്ത്. എന്നിട്ട് പറഞ്ഞ് ഒന്നും എനിക്ക് കൊടുക്കാൻ പാടില്ല, ഇനി പാലോ വെള്ളമോ ഒന്നും, ഈ പാൽ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കുടിക്കാൻ പാടില്ല. എൻ്റെ മോളങ്ങ് പാൽ കുടിക്കാണ്ട് ഉറങ്ങുകയില്ല, എത്ര ഇതാക്കിയാലും പാൽ കുടിക്കാണ്ട് ഉറങ്ങില്ല. അപ്പോൾ അവിടെ നിന്ന് ഉള്ളിൽ ഫീഡ് ചെയ്ത് ഒരു 12:30 ആയിട്ടുണ്ടാവും. 12:30 അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് എന്നാ ഇവൾ സമ്മതിക്കുന്നേയില്ല, പാൽ കൊടുക്കാണ്ട് ഉറങ്ങാൻ സമ്മതിക്കുന്നേ ഇല്ല. എങ്ങനെയല്ലോ ഒരു 1:30-2 മണിയാകുമ്പോഴത്തേക്ക് ഉറക്കി കഴിഞ്ഞ് വേഗം 7 മണിക്ക് എത്തണം എന്ന് പറഞ്ഞില്ലേ, വേഗം 6 മണിയാകുമ്പോഴത്തേക്ക് എണീറ്റ് എല്ലാം സെറ്റാക്കി പോയി. 7 മണിക്ക് പോയി നേരെ ഓപ്പറേഷൻ തിയേറ്ററിലെത്താനാണ് പറഞ്ഞത്. അവിടുത്തെ നേരെയുള്ള ഓപ്പറേഷൻ തിയേറ്ററിലെത്തി. ഓപ്പറേഷൻ തിയേറ്റർ എന്നെല്ലാം പറയുമ്പോൾ ഒരു പേടി എന്തായാലും ഉണ്ടാവില്ല. ചെറിയൊരു മൂക്കിൽ കുരു ഇട്ടേനാണ് ഓപ്പറേഷൻ തിയേറ്റർ, അനസ്തേഷ്യ. എൻ്റെ പൊന്നോ, വല്ലാത്ത പേടിക്കുന്നു. അപ്പോൾ എന്നിട്ട് ഈ നമുക്ക് തന്ന കടലാസില്ലേ അതും എടുത്തിട്ട് അവിടെ പോയി ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അവിടെ കൊടുത്ത്. അപ്പോഴത്തേക്ക് ഒരു 7 മണിയായിട്ടുണ്ടാവും. അന്നേരം സിസ്റ്റർ വന്നിട്ട് ഉള്ളിൽ കയറാൻ പറഞ്ഞു, എല്ലാ ഓർണമെൻറ്റ്സും അയച്ചു വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെങ്കിൽ പാദസരവും കമ്മൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അത് കഴിക്കുമ്പോഴത്തേക്ക് തന്നെ എൻ്റെ ഭയങ്കര കരച്ചിൽ. എനിക്കിങ്ങനത്തെ സാധനമെല്ലാം എപ്പോൾ സ്ഥിരം വേണം. അപ്പോൾ അത് ഭയങ്കര കരച്ചിൽ എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ പാദസരം കഴിക്കുമ്പോൾ നേരെ കഴിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഭയങ്കര കരച്ചിൽ. എങ്ങനെയല്ലോ അത് കഴിച്ച്. അപ്പോൾ ഞാൻ ഉള്ളിൽ തന്നെ ഉണ്ട്, ഞാനും ഇവിടുന്ന് ഉള്ളിലുണ്ട്, ബിബി ചേട്ടൻ പുറത്തു നിന്ന്. കുറച്ച് കഴിഞ്ഞിട്ട് നേഴ്സ് വന്നിട്ട് എന്നോട് പറഞ്ഞു പുറത്തേക്ക് ഓടുന്നു. അപ്പോൾ എൻ്റെ ഇങ്ങനെ പിടിച്ച് നിന്നിട്ടുള്ളൂ. അപ്പം എൻ്റെ അടുക്ക് ഇങ്ങനെ പിടിച്ച് വലിച്ചുകൊണ്ടുപോകുമ്പോൾ അത് നിങ്ങളോട് എങ്ങനെയാണ് പറയാന്ന് എനിക്കറിഞ്ഞൂട. അമ്മ എന്തോ പിടിച്ച് വലിച്ച് കൊണ്ടുപോകുന്നൊരു അന്നേരത്തെ ഒരു അവസ്ഥയില്ലേ, ഞാനവിടെ ഇല്ലാണ്ടായി. ആ ഒരു അവസ്ഥയാണ് എന്തെല്ലോ ആ മനസ്സിൽ വരുന്നത്. എന്തിനോളി കൊണ്ടുവന്നേ ഈശ്വരി, ഇപ്പം അനസ്തേഷ്യ കൊടുത്ത എൻ്റെ മുഖം ബോധം വരൂലോളി, അങ്ങനെ എന്തിലെല്ലോ ചിന്ത. പുറത്ത് വന്നിട്ട്
ഭയങ്കര എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല കരച്ചിൽ. പടപ്പട കരഞ്ഞു പോവുക എന്നോട്. ഞാൻ അറിയില്ല എന്തുകൊണ്ടാണ്. എന്തോ ഭയങ്കര കരച്ചിൽ. ഇങ്ങനെ കണ്ണിൽ നിന്ന് വെള്ളം വന്നുകൊണ്ട് നിൽക്കുന്നു. കുറച്ച് കരച്ചിൽ കഴിഞ്ഞ് അപ്പോൾ എനിക്ക് പെട്ടെന്ന് ക്ഷീണമായി. അവർ കൊണ്ടുപോയത് എന്തിനാന്ന് വെച്ചാൽ മറ്റേ കൈക്ക് ഇതിങ്ങനെ വെക്കൂലേ, ഇങ്ങനെ ഇഞ്ചക്ഷനെല്ലാം വെക്കാൻ ഇതാക്കൂലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കൊണ്ടുപോയത് കേട്ടോ. ഞാൻ വെച്ച് ഇനിയിപ്പോൾ ഒന്നും കാണാൻ കഴിയില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ എന്നെ കാണാൻ വിളിക്കുന്നു ഉള്ളിലേക്ക്. അപ്പോൾ പുറത്ത് പോകണ്ട, ഉള്ളിൽ നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് കുറച്ച് സമയം ഉള്ളിൽ നിന്ന്. അപ്പോഴത്തേക്ക് ഒരു 7:20 ആകുമ്പോഴത്തേക്ക് ഡോക്ടർ വന്നു. അപ്പോൾ ഡോക്ടർ എത്തി നോക്കുമ്പോൾ അനസ്തേഷ്യൻ്റെ ഡോക്ടർ വന്നിട്ടുണ്ടായില്ല. അപ്പോൾ അർജൻറ്റായിട്ട് വേഗം എത്താൻ പറയാമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ നഴ്സിനോട് വിളിച്ചു പറഞ്ഞു. അങ്ങനെ ചെറിയ കുട്ടി എന്നാ പറഞ്ഞതെന്ന് വെച്ചാൽ ചെറിയ കുട്ടിയാണ്, വേഗം എത്താൻ എന്നും താമസിപ്പിക്കണ്ടെന്ന്. അതായത് ഇത്രയും സമയം നിന്ന് പിന്നെ അങ്ങ് കയറിപ്പോയി കഴിഞ്ഞാലും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇവളാണെങ്കിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഞാനങ്ങ് പുറത്ത് പോയില്ലേ. അതിന് ശേഷം ഭയങ്കര കരച്ചിൽ, എന്നെയും കെട്ടിപ്പിടിച്ചിട്ട് വിടുന്നില്ല, അങ്ങനത്തെ കരച്ചിൽ. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഡോക്ടർ വന്ന് നോക്കാനൊന്നും സമ്മതിക്കുന്നില്ല. അപ്പോഴേ പറഞ്ഞ് ഓക്കെ ഒന്നും നോക്കണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഇത് സംഭവത്തിൽ നേഴ്സ് ഒരു സാധനം കുത്തിവെച്ച്. അതിന് ശേഷം കരയുന്നില്ല, കരച്ചിലില്ല. എന്നാൽ അതെന്താ വെച്ചതെന്ന് എനിക്കറിഞ്ഞൂടാ. പിന്നെ കരയുന്നേയില്ല, ഒട്ടും കരഞ്ഞിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞ് അനസ്തേഷ്യൻ്റെ ഡോക്ടർ വന്ന് എന്തെങ്കിലും വേറെ വല്ല രോഗമോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ, ഇല്ലെങ്കിൽ എന്തെങ്കിലും പറയാം അലർജിയോ അങ്ങനെയില്ലേ അതെല്ലാം ഉണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ഇല്ല, കുഴപ്പമൊന്നുമില്ല, ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല, വേറെ പ്രശ്നമൊന്നുമില്ല എന്ന്. അപ്പോൾ എന്നാൽ ഓക്കെ എന്ന് പറഞ്ഞു. നേഴ്സ് എന്നോട് പറഞ്ഞു എന്നാൽ പുറത്ത് നിന്നോ, നിങ്ങൾ പുറത്ത് നിന്നോ, ഞാൻ വിളിച്ചോളൂ. അപ്പോഴത്തേക്ക് ഒരു 7:30 ഇപ്പോൾ എനിക്ക് BP-ൻ്റെ ഇതുള്ളതുകൊണ്ട് എനിക്ക് അന്നേരം അതിലെല്ലോ ക്ഷീണമാണ്. ഞാൻ പുറത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ വിശാഖനോട് പറഞ്ഞു ഞാൻ ചായ കുടിച്ചിട്ട് വരാം, എനിക്ക് ഒട്ടും ഇതാകുന്നില്ല. അപ്പം ഞാൻ പോയി ചായയും കുടിച്ച് വരുമ്പോഴത്തേക്ക് സംഭവം കഴിഞ്ഞെന്ന് വെച്ചാൽ എടുത്തു കഴിഞ്ഞ് ആ സെക്കൻഡ് സമയം കൊണ്ട് എടുത്തു കഴിഞ്ഞ് മൂക്കിൽ നാരങ്ങേൻ്റെ കുരു ഇവിടുന്ന് വിഭീഷണം പറഞ്ഞിട്ട് നാരങ്ങക്കുരുവാണ്, വേറെ ഒന്നുമല്ല എന്ന് പറഞ്ഞു. അപ്പം അതേപോലെ തന്നെ അതും വലുത് അത്യാവശ്യം വണ്ണമുള്ള നാരങ്ങക്കുരു ഓർക്ക് കാണിച്ചു കൊടുത്ത്. ഞാൻ തിരിച്ചു വരുമ്പോൾ എന്നോട് പറഞ്ഞു ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, പിന്നെ ഓക്കെ ആയി. അപ്പം ഞാൻ എനക്ക് കാണാൻ ഒരു താനിനെ കണ്ടിട്ടൊന്നുമില്ല, ഉള്ളിൽ കയറി ജസ്റ്റ് ഇത് മാത്രം കാണിച്ചു കൊടുത്തു എന്നാൽ സാധനം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ 7:30 കഴിഞ്ഞ് 8:30 9:30ക്ക് എന്നെക്കാണ് സിസ്റ്റർ വിളിക്കുന്നു, ഒന്ന് ഉള്ളിലേക്ക് വാന്നും പറഞ്ഞു. അതിന് മുമ്പ് സാധാരണ വെറും കാലിച്ചായ കേട്ടോ പോയിട്ട് കുടിച്ചത്. ശേഷം 9:30 കഴിഞ്ഞ് താനിനെ ഇല്ല എന്നിട്ട് പിന്നെ എനിക്ക് ഛർദ്ദിക്കാനെല്ലാം എന്തെല്ലോ വന്നിട്ട് ഒരു 9:15 കഴിഞ്ഞാൽ ഞാൻ ഫുഡ് കഴിക്കാൻ പോയി. ചായ കുടിച്ച് തിരിച്ച് വരുമ്പോഴത്തേക്ക് നേഴ്സ് കാണാൻ വിളിക്കുന്നു, ഉള്ളിക്കരിക്കോ താനി ഉറക്കം കഴിഞ്ഞിട്ടുണ്ട്, ഒന്ന് ഉറക്കണ്ടിട്ടാണ്. അപ്പോൾ ഉള്ളിൽ പോയി ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഉള്ളിൽ ഇപ്പോൾ പ്രസവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിടത്തൂലേ, അങ്ങനെ ആടെയുള്ള സ്ഥലത്താട്ടെ എന്നെ കൊണ്ടുപോയത്.
പോയി താനെങ്കിൽ ഭയങ്കര മുഖമെല്ലാം വാടി സങ്കടപ്പെട്ട്. അപ്പോൾ കുറേ ഉറങ്ങുന്നേ ഇല്ല എൻ്റെ മോള്, ഒട്ടും ഉറങ്ങുന്നില്ല. എന്നിട്ട് എങ്ങനെയല്ലോ ചുമലെല്ലാം ഇതാക്കി. ഇപ്പോൾ പാപ്പം വേണം, വിശക്കുന്നുണ്ടായിരുന്നു. പാപ്പം വേണം എന്ന് പറഞ്ഞിട്ട് നേഴ്സ് കൊടുക്കാനേ പാടില്ല, അനസ്തേഷ്യ കൊടുത്തേ കൂടാ, ഒരു 11 മണിക്കല്ലാണ്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഇങ്ങനെയെല്ലാം ഉറക്കി കിടത്തി. അപ്പോഴാണ് പുറത്തേക്ക് കൂടുക. ഒന്നിച്ച് പിന്നെ വിളിച്ചത് ഒരു 10:45 അങ്ങനെ എന്നെ വിളിച്ച്, 10:30 അങ്ങനെ. അപ്പം അന്നേരം കുറച്ച് സമയം കഴിഞ്ഞേരം ഒരു 11 മണി ആയി കഴിഞ്ഞേരം എന്നോട് പാൽ കൊടുത്തു. അതുവരെ ഓൾ ഉറങ്ങുന്നില്ല. ഞാൻ ഇങ്ങനെയല്ലോ കുറച്ച് സമയം ഉറക്കും, പിന്നെ എണീക്കും അങ്ങനെ. അതിന് ശേഷം ഏറ്റവും വലിയ ഇതൊന്നും ഓളേതോ ടൂറിന് വന്ന പോലത്തെ അവസ്ഥയിൽ അവിടെ നിന്ന് വമ്പ കളിയും പാട്ടും ഒന്നും പറയണ്ട. അതാ ഇപ്പം ആലോചിക്കുമ്പം ചിരി വരുന്നു. അമ്മ അതിൽ കളിയേനു. അപ്പോൾ ഓരോരുത്തർ വന്നിട്ട് ഇനി മൂക്കിൽ കുരുവിടുക ചോദിച്ചിട്ട് എന്തെല്ലോ നേഴ്സുമാരിങ്ങനെ പറയുന്നുണ്ടായി. എല്ലാ നഴ്സുമാരും നല്ലതേനു. ആ ദിവസം വന്ന എല്ലാ നഴ്സുമാരും നല്ല നഴ്സുമാർ. അപ്പം അങ്ങനെ എന്നിട്ട് ഒരു 11 മണി കഴിഞ്ഞേരം പാല് കൊടുത്തു പറഞ്ഞ്. പാല് കൊടുത്തു കഴിഞ്ഞിട്ട് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, അമ്മേ ഉമ്പം വേണം. ഞാൻ വെള്ളം എടുത്തിന്. അപ്പോൾ ഒരു പറഞ്ഞ് ജ്യൂസും എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്ത്, വിശക്കുന്നില്ലേ. അപ്പോൾ ജ്യൂസ് വാങ്ങിച്ചു കൊടുത്ത്. ഒരു ബിസ്ക്കറ്റ് 2 ബിസ്ക്കറ്റ് തിന്നിന്. 2 ബിസ്ക്കറ്റ് തിന്നിട്ടുള്ളൂ. ജ്യൂസ് ഫുള്ളും കുടിച്ചിന്. അതിന് ശേഷം പിന്നെ കുറച്ച് സമയം കൂടി അവിടെ നിൽക്കേണ്ടി വന്നു. ശേഷം തിരിച്ച് പോയി. എൻ്റെ അമ്മ ഇത്ര സമയത്തിനേക്ക് 10,500. ഇത് വെറും ഓപ്പറേഷൻ തിയേറ്ററിലെ ബില്ല് മാത്രം. ഉറപ്പിയായിട്ടാ ആ കുറച്ച് സമയം കൊണ്ട്